ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മൾ BPAG 174 എന്ന് പറയുന്ന ബുക്കിൽ ഒന്നാമത്തെ ബ്ലോക്ക് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇന്ന് രണ്ടാമത്തെ ബ്ലോക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിലിറ്റി ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ് നമ്മുടെ ബ്ലോക്കിൻ്റെ പേരെന്ന് പറയുന്നത്. സോ അതിൽ ഫസ്റ്റ് യൂണിറ്റ് 5 കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗ്ലോബൽ കോമൺസിനെ കുറിച്ചിട്ട്, ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചിട്ടൊക്കെയാണ്. സോ നമ്മൾ ആദ്യം എന്താ അറിഞ്ഞിരിക്കണം, എന്താണ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളത്? പേര് പോലെ തന്നെ എന്താണ്, ഒരു നാച്ചുറൽ റിസോഴ്സസ് എന്താണ്, എല്ലാ രാജ്യങ്ങളും ഒരുപോലെ ഷെയർ ചെയ്യുന്ന നാച്ചുറൽ റിസോഴ്സസിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. അഥവാ ആ സംഭവങ്ങൾ എന്താണ്, ഒരു രാജ്യത്തിന് മാത്രം സ്വന്തമായിട്ടുള്ളതല്ല, എല്ലാ രാജ്യങ്ങൾക്കും അതിന് അവകാശമുള്ള സംഭവത്തിനെയാണ് എന്ത് പറയുന്നത്, ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അറ്റ്മോസ്ഫിയർ, ഓഷ്യൻസ്, അന്റാർട്ടിക്ക, നമ്മുടെ സ്പേസ്, ഇതൊക്കെ എന്താണ്, ഗ്ലോബൽ കോമൺസ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് ഗ്ലോബൽ കോമൺസ് എന്നത്. അപ്പം ഈ അറ്റ്മോസ്ഫിയർ ഞങ്ങളുടെ രാജ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളത് ആർക്കെങ്കിലും ഏതെങ്കിലും രാജ്യക്കാർക്ക് പറയാനുള്ള അവകാശം ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്, അത് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ടതാണ്. അപ്പം അതാണ് എന്ത് പറയുന്നത്. അപ്പം ഇതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുക, എങ്കിൽ മാത്രമേ നമുക്കും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ജനറേഷനും നല്ല രീതിയിലുള്ള സർവൈവലിനും അതുപോലെ തന്നെ ഒരു വെൽ ബീയിങ്ങും സാധ്യമാവുക എന്നുള്ളതാണ് ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എന്നാൽ പോലും പല രാജ്യങ്ങളും അതിന് കോർപ്പറേറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആരും അതിലേക്ക് മുതിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പല സംഭവങ്ങളും പല ട്രീറ്റീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളും ഒരുപോലെ അതിലേക്ക് എന്താണ് ഇറങ്ങി അത് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ആ രാജ്യത്തിൽ അങ്ങനത്തെ അഥവാ ക്ലൈമറ്റ് ചേഞ്ചിനൊന്നും ഭാഗമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം ഓരോ രാജ്യങ്ങളും. അപ്പം അത് ഒക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്താൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ഒരുപാട് ക്ലൈമറ്റ് ചേഞ്ച് പരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു ത്രൂ ഔട്ട് ഈ ഒരു യൂണിറ്റിൽ പറയുന്നത് കേട്ടോ. അപ്പം അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ ഗ്ലോബൽ കോമൺസ് എന്നാന്നുള്ളത് പറയുന്നത്. അപ്പം ഇത് എത്രത്തോളം കൺസേർവ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കൊക്കെ അറിയാം, നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് പെട്ടെന്ന് വർദ്ധിക്കുമ്പം തീർച്ചയായിട്ടും നമ്മുടെ എൻവയോൺമെൻറ്റിന് എന്തുണ്ടാവും, ഒരു മോശമായിട്ടുള്ളൊരു സംഭവം വന്നിട്ടുണ്ടാവും. അപ്പം അതുപോലെ തന്നെ ഈ നാച്ചുറൽ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടായി വരുന്നതിന് മുന്നേ തന്നെ അത് കൂടുതലായിട്ട് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം അതൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഫാസ്റ്റായിട്ട് അത് ഉപയോഗിക്കുക എന്ന് പറയുമ്പം അത് നമ്മുടെ എൻവയോൺമെൻറ്റിന് അത്രയും ബാഡായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിരിക്കും അത് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പം പണ്ടത്തെ കാലത്തൊക്കെ ഈ ഒരു നമ്മളെ റിസോഴ്സസുകളെ ഒക്കെ സംരക്ഷിക്കേണ്ട ഒരു ആവശ്യകത എന്ന് പറയുന്നത്, ഒന്നാമത്തെ കാര്യം എന്താണ്, അത് ആക്സസ്. ഇപ്പം ഈ ഒരുപാട് റിസോഴ്സുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ആക്സസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. ഇപ്പം പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണോ? ഇപ്പം ഇപ്പോൾ സ്പേസൊക്കെ ആയാലും എല്ലാവരും എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. ഇപ്പം അതിൻ്റേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചേഴ്സും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നോളജി ഒക്കെ ഡെവലപ്പായി വരുന്നു. അപ്പം ഇതെന്താണ്, ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ ആക്സസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ എന്താണ്, റിസോഴ്സസ് എന്താണ്, വെരി എന്താണ് അഥവാ സമൃദ്ധമായിട്ടുള്ള റിസോഴ്സസ് ഉണ്ടായിരുന്നു. അപ്പം ഇന്നാണ് എന്താണ് റിസോഴ്സസുകളൊക്കെ എടുത്തെടുത്ത് എന്താണ് അത് ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്ന ഒരു തരത്തിലേക്കാണ് നമ്മുടെ ഒരു ഉപഭോഗം വരുന്നത് തന്നെ. അപ്പം ആ രണ്ട് കാര്യങ്ങൾ കൊണ്ടായിരുന്നു അന്ന് അത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താണ്, ആധുനികത കാലത്ത് ആളുകൾ വർദ്ധിച്ചു. അപ്പം ആളുകൾക്ക് അതിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു. അപ്പം മനുഷ്യന്മാരെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മത്സ്യബന്ധനങ്ങൾ എന്താണ് ഒരുപാട് അത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിഷൻ ചെയ്യുന്നതൊക്കെ എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിനെ വളരെയധികം ബാഡായിട്ടാണ് ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ തന്നെയാണ്. അതുപോലെ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ വരുന്ന രണ്ട് പ്രോബ്ലംസ് എന്ന് പറയുന്നത്, മേജറായിട്ടുള്ള ഇഷ്യൂ ആണ്. ഇത് പറയുന്നത് രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, റെസ്പോൺസിബിലിറ്റി ഫോർ കൺട്രോളിങ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം ഒരു ക്ലൈമറ്റ് ചേഞ്ച് അഥവാ ഒരു നയം ഉണ്ടാക്കുമ്പം അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആരെങ്കിലും ഏറ്റെടുക്കണമല്ലോ. അപ്പം അതിൻ്റെ ഒരു അഭാവം മൂലം പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. അതുപോലെ രണ്ടാമത്തെ കാര്യമാണ് മാനേജ്മെൻറ്റ് ഓഫ് ദ ഗ്ലോബൽ പ്രോബ്ലം ത്രൂ കോർപ്പറേഷൻ. അപ്പം ഏതൊരു ചെറിയൊരു പ്രോബ്ലം ആണെങ്കിലും വലിയ ഒരു ഗ്ലോബൽ പ്രോബ്ലം ആണെങ്കിലും അതിന് എന്ത് വേണം, കോർപ്പറേഷൻ വേണം. എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് സഹകരിച്ചെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ആ ഒരു ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ എന്താണ്, വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം, ഡെവലപ്ഡ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ എമിഷൻസ് ഒക്കെ പുറന്തള്ളപ്പെടുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പിംഗ് കൺട്രീസും. അപ്പം ഇവരൊക്കെയാണ് കൂടുതലായിട്ടും ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കേണ്ടത്. പക്ഷേ അവരെന്നെ പിന്നിലോട്ട് നിൽക്കുമ്പോൾ എന്താണ്, ശരിക്കും പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അതുകൊണ്ടാണ്. അപ്പം
ഇപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗവേണൻസ് ആവശ്യമാണ് ഗ്ലോബൽ കോമൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമ്മുടെ എൻവയോൺമെൻറ്റും ഫ്യൂച്ചർ ജനറേഷൻസിനുള്ള എൻവയോൺമെൻ്റ് ഒക്കെ എന്താണ് വളരെ പ്രൊട്ടക്റ്റീവായിട്ട് നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് കൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഗ്ലോബൽ കോമൺസ് എന്താണെന്നുള്ളത് പറഞ്ഞു. ഇനി ഇതിൽ വരുന്നത് കോമൺസ് എന്നുള്ളതാണ്. അപ്പം എന്താണ് കോമൺസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പം നമ്മൾ ഫോറസ്റ്റ് അല്ലെങ്കിൽ പോൺസ്, ലേക്സ്, ഓസീൻസ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇതിൻ്റെ മേളിൽ ഒരാൾക്കും വ്യക്തമായിട്ടുള്ള ഒരു എന്തില്ല ഒരു അവകാശമില്ല. അപ്പം നമ്മൾ ഒന്നുമില്ല, നമ്മളൊരു പഞ്ചായത്ത് കുളം എടുക്കുകയാണെങ്കിൽ അത് ഇന്ന ആൾക്ക് അല്ലെങ്കിൽ ഇന്ന ഫാമിലിക്ക് മാത്രം ഉള്ളതാണ് എന്നുള്ള ഒരു ഇതുണ്ടോ? ഇല്ല. അതെന്താണ് ആ നാട്ടിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുക. അതെന്താണ് ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോണ്ടാണ്. അതുപോലെ ഉള്ള റിസോഴ്സസിനെയാണ് എന്ത് പറയുന്നത് കോമൺസ് എന്ന് പറയും. ഇപ്പം ഫോറസ്റ്റ് ആയിക്കോട്ടെ, ഫോറസ്റ്റ് ഇപ്പം ഇന്ന ആളതെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതെന്താണ് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചാൽ അതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട്. എന്നാൽ അതിൽ വിടാനും പറ്റൂല. ആ ഒരു രീതിയിലുള്ള എന്നാൽ അവകാശമില്ല എന്നും പറയാനും പറ്റൂല. അങ്ങനത്തെ സംഭവങ്ങൾക്കാണ് എന്ത് പറയുന്നത് കോമൺസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഒരു റിസോഴ്സ് മേഖലകൾക്കാണ് എന്ത് പറയുന്നത് കോമൺസ് എന്ന് പറയുന്നത്. അപ്പം അത് എവിടെയാണോ കൂടുതലുള്ളത് അതിനെയാണ് റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. അത് ഇനി പറയുന്നുണ്ട്, മനസ്സിലാവും കേട്ടോ. നമ്മൾ ഇതിൽ പറയുന്ന രണ്ട് കാര്യം, 2 ആട്രിബ്യൂട്ട്സ് ഓഫ് റിസോഴ്സസിൻ്റെ 2 ആട്രിബ്യൂട്ട്സ് ഇതിൽ പറയുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് എക്സ്ക്ലൂഷൻ എന്നുള്ളതാണ്. എക്സ്ക്ലൂഷൻ മീൻസ് നമുക്ക് എന്താണ് ഒഴിവാക്കാൻ പറ്റും. കുറേ ആൾക്കാർ നമുക്ക് അതിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. കാരണം ഇപ്പം എക്സ്ക്ലൂഷൻ മീൻസ് ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. ഇപ്പം ഒരു തിയേറ്ററിൽ എല്ലാവരും പോയി ഫിലിം കാണുന്നു. അങ്ങനെ കാണാൻ പറ്റുമോ? ഇല്ല. കാരണം എന്ത് വേണം? ആർക്ക് ഫിലിം കാണാൻ പറ്റുള്ളൂ? ടിക്കറ്റ് എടുത്തവർക്കേ ഫിലിം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഉപാധിയാണ്. അതിൽ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രം കാണാം, അല്ലാത്തവർ എന്താണ് അതിൽ ഒഴിവാക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് റിസോഴ്സസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അതിനാണ് എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം അത് മറ്റുള്ളവർ ഉപയോഗിക്കുന്നതിൽ നിന്ന് തടയാനുള്ള ഒരു സാധ്യതയാണ് അവിടെ കാണിക്കുന്നത്. രണ്ടാമത് പറയുന്നതാണ് സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. അത് കുറയ്ക്കലാണ്. കുറയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ഒരാൾ ഉപയോഗിക്കുന്നത് കാരണം മറ്റുള്ളവർക്ക് അതിൻ്റെ ലഭ്യത കുറയുന്ന ഐറ്റംസിനെയാണ് എന്ത് പറയുന്നത് സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലഞ്ച് ബോക്സ്, ഒരാൾ കഴിക്കാനുള്ള ലഞ്ച് ബോക്സ് ആണെങ്കിൽ അത് 2 ആൾക്കാർ കഴിച്ചാൽ എങ്ങനെയാണ്? ഒരാൾ കഴിക്കുന്ന ആൾക്ക് എന്താണ് അതിൻ്റെ ലഭ്യത കിട്ടുന്ന അളവ് കുറയും. അതന്നെയാണ് എന്ത് പറയുന്നത് സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പം അതിൻ്റെ ലഭ്യത കുറയ്ക്കുന്ന മറ്റുള്ളവർക്ക് അതിൻ്റെ ലഭ്യത കുറയ്ക്കാൻ അത് കാരണമാകും എന്നുള്ളതാണ്. അതിനെയാണ് റിസോഴ്സസ് സബ്സ്ട്രാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ കോമൺ പൂൾ റിസോഴ്സസ് പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് അത് ഒരാളുടെ ദുരുപയോഗം കാരണം എന്താണ് മറ്റുള്ളവരുടെ ലഭ്യത കുറയ്ക്കുമെന്നുള്ളതാണ്. അപ്പം അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വില്ലേജ് ഫോറസ്റ്റ് റിസോഴ്സസ് ഒക്കെ, വില്ലേജിലുള്ള ഫോറസ്റ്റ് റിസോഴ്സസ് അത് എങ്ങനെ ചോദിച്ചാൽ അതിന് ഹൈ ലെവലായിട്ടുള്ള സബ്സ്ട്രാക്റ്റബിലിറ്റി ഉണ്ടാവും. അഥവാ വില്ലേജ് റിസോഴ്സ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന വിഭവങ്ങളാണല്ലേ. അപ്പം ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലഭ്യത അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പം അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ ലോ എക്സ്ക്ലൂഷൻ എന്നുള്ളതാണ്. ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി ആൻഡ് ലോ എക്സ്ക്ലൂഷൻ. അഥവാ അത് നമുക്ക് ഫോറസ്റ്റ് ആണ്. അപ്പം അതിന് നമുക്ക് ഒരാളെ ഒഴിച്ചു വിടുന്നതിന് എന്താണ് നമുക്കൊരു ലിമിറ്റ് ഉണ്ടല്ലേ. അപ്പം കുറേ ആൾക്കാരെ അത് ചെയ്യാൻ പറ്റില്ല ഒഴിച്ചു വിടുക എന്ന് പറയുന്നത് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പം അതിന് എക്സാമ്പിളാണ് ഈ വില്ലേജ് ഫോറസ്റ്റ് റിസോഴ്സസ് എന്നുള്ളത്. ദെൻ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് റിസോഴ്സസ് ആൻഡ് റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊക്കെ അറിയാം റിസോഴ്സുകൾ എന്ന് പറയുന്നത് മനുഷ്യന്മാർക്ക് എപ്പോഴും ആവശ്യമുള്ള, അവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത് റിസോഴ്സസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റിസോഴ്സസുകളുണ്ട്, നമുക്കറിയാം എയർ, വാട്ടർ, കോള്, ഓയിൽ, അതുപോലെ തന്നെ ഫോറസ്റ്റ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്താണ് നാച്ചുറലായിട്ട് നമുക്ക് ഉണ്ടാകുന്ന റിസോഴ്സുകളാണ്. അത് എല്ലായിടത്തും ഉണ്ടാവുമോ? ഇല്ല. അത് നിശ്ചിത സ്ഥലത്ത് അല്ലെങ്കിൽ നിശ്ചിത സ്ഥലത്ത് മാത്രമാണ് അത് ഉണ്ടാവുക. ആ ഒരു മേഖലയാണ് എന്ത് പറയുന്നത് റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോറസ്റ്റ്, കോള് ഇതൊക്കെ എല്ലായിടത്തും ഉണ്ടാകുന്ന സംഭവമാണ്. ഇല്ല, അത് എവിടെയാണുള്ളത് അത് അവിടെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. അപ്പം അതിനെ ആ ഒരു മേഖലയെ പറയുന്ന പേരാണ് എന്ത് പറയുന്നത് റിസോഴ്സ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫിഷ് എവിടെയാണ് കാണുന്നത്? അതെ, ഓഷ്യനിലാണ് കാണുന്നത് അല്ലേ. അപ്പം അതുപോലെ അതാണ് റിസോഴ്സ് ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട് പ്രോപ്പർട്ടി റൈറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നുമില്ല, അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ നമുക്ക് ഓരോ അവകാശങ്ങളുണ്ടല്ലോ, അതിൽ പെട്ട അവകാശമാണ് നമുക്ക് പ്രോപ്പർട്ടിക്കുള്ള അവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് പ്രോപ്പർട്ടി എന്താണ് ആക്സസ് ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് എക്സ്ക്ലൂഷൻ ചെയ്യാനുള്ള, അത് ഒഴിവാക്കാനുള്ള അവകാശമുണ്ട്, അത് എക്സ്ട്രാക്ഷൻ ചെയ്യാനുള്ള, അത് വേർതിരിച്ചെടുക്കാനുള്ള അവകാശമുണ്ട്, അത് സെയിൽ ചെയ്യാനുള്ള അവകാശമുണ്ട്. ഈ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു വ്യക്തികൾക്കുള്ളതാവാം, ചിലപ്പം ഒരു സമൂഹത്തിനായിരിക്കും ആ അവകാശം ഉണ്ടാവുക, ചിലപ്പം എന്താണ് ഒരു ഗവൺമെൻറ്റിന്, ഒരു രാഷ്ട്രങ്ങൾക്കോ ഒക്കെ ആയിരിക്കും അത് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് അവിടെ ഒരു പ്രോപ്പർട്ടി റൈറ്റ്സിൽ പറയുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ പറയുന്നുള്ളൂ. പിന്നീട് വരുന്നതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ കോമൺസ് ആൻഡ് ഗ്ലോബൽ കോമൺസ് എന്നുള്ളത്. എന്തൊക്കെയാണ് ഇൻ്റർനാഷണൽ കോമൺസും ഗ്ലോബൽ കോമൺസും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. അതിന് ഗ്ലോബൽ കോമൺസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അറ്റ്മോസ്ഫിയർ, സ്പേസ് തുടങ്ങിയിട്ടുള്ള നമ്മളെ കയ്യിൽ ഒതുങ്ങാത്ത സംഭവങ്ങളുണ്ട്. അതാണ് എന്ത് പറയുന്നത് ഗ്ലോബൽ കോമൺസ് എന്ന് പറയുന്നത്. എന്നാൽ എന്താണ് ഇൻ്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇൻ്റർനാഷണൽ കോമൺസ് എന്ന് പറയുന്നത് കുറച്ച് രാജ്യങ്ങൾ മാത്രം ഷെയർ ചെയ്യുന്ന ഐറ്റംസ് ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ ആണെങ്കിൽ മെഡിറ്ററേനിയൻ സീ,
അതിന് ചുറ്റുമുള്ള രാജ്യക്കാരാണ് എന്താണ് കൂടുതലായിട്ടും വെജിറ്റേറിയൻസിനെ ആശ്രയിക്കുന്നത്. അതുപോലെ തന്നെ ഗ്ലോബൽ കോമൺസ് നമ്മൾ പറഞ്ഞല്ലോ, എല്ലാ നാഷൻസിനും തുറന്നു കൊടുക്കേണ്ട സാധനമാണിത്. ഇത് ഗ്ലോബൽ കോമൺസ് നമ്മുടെ സ്പേസിനെ പോലെ അതെന്താണ് എല്ലാവർക്കും ഓപ്പൺ ആണ്, അതിന് എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ മെഡിറ്ററേനിയൻ സീ പോലത്തെ കുറച്ച് മാത്രം അവകാശങ്ങളുള്ള ഏരിയക്ക് ആ ഒരു ഇതിനെയാണ് എന്ത് പറയുക, ഇൻ്റർനാഷണൽ കോമൺസ് എന്ന് പറയും. കുറേ രാജ്യങ്ങൾ കൂടിയിട്ടുള്ള ഒരു കോമൺ ആയിട്ട് പറയാം. ഇപ്പോൾ അന്റാർട്ടിക്ക ഇന്ന ആൾക്കാർക്ക് മാത്രമുള്ളതാണെന്നാണോ? അല്ല, അത് ഈ രാജ്യത്തുള്ള എല്ലാവർക്കും അവകാശപ്പെട്ട ഒരിതാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റിൽ 4 മെയിൻ ഗ്ലോബൽ കോമൺസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത് 4 മെയിൻ ആയിട്ടുള്ള ഗ്ലോബൽ കോമൺസ് എന്തൊക്കെയാണ്? ഓഷ്യൻ, അന്റാർട്ടിക്ക, അറ്റ്മോസ്ഫിയർ, ദെൻ സ്പേസ്. ഈ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പം ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ടെക്നോളജി ഒക്കെ പുരോഗതിച്ച് ഇങ്ങനെ വരികയാണല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ഒരുപാട് റിസോഴ്സസിന് വേണ്ടിയിട്ടുള്ള കൂടുതലായിട്ടുള്ള ആവശ്യം നമുക്കുണ്ടാവും. അതെന്താണ് എന്താണ് ഒരു ഗ്ലോബലി നമുക്ക് അതിൻ്റെ ഒരു ആവശ്യകത വർദ്ധിപ്പിക്കുമ്പം അത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു കോപ്പറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിന് ആഗോളതലത്തിലുള്ള ഒരു ഭരണവും അല്ലെങ്കിൽ എന്താണ് പറയുക, അത് ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്തണം. എങ്കിൽ മാത്രമാണ് എന്ത് പറയുന്നത്, ഈ ഗ്ലോബൽ കോമൺസ് നമുക്ക് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതിന് ഒരു രാജ്യം മാത്രം മുന്നോട്ട് വന്നിട്ടൊരു കാര്യമില്ല. എല്ലാ രാജ്യങ്ങളും അതിനെ സഹകരിച്ച് പ്രവർത്തിച്ചെങ്കിൽ മാത്രം നല്ല രീതിയിലുള്ള ഒരു ഗ്ലോബൽ കോമൺസിനെ നമുക്ക് സേഫായിട്ട് സംരക്ഷിക്കാൻ പറ്റുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് ക്ലൈമറ്റ് ചേഞ്ച് ഗ്ലോബൽ പ്രോബ്ലംസ് ഓഫ് കോമൺസ് എന്നുള്ളത്. അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും വലിയൊരു സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലം ഈ ഒരു ലോകത്ത് എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. കാരണം എന്താണ്? ഇതിന് കാരണമാവുന്നത് ഒരുപാട് ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ അമിതമായിട്ടുള്ള എമിഷൻസ് കാരണമാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഇതിനൊരു കാരണമാവുന്നുണ്ട്. അപ്പം ഇതിനെതിരെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താണ് UNFCCC എന്ന് പറയുന്ന ഒരു പുതിയൊരു കൺവെൻഷൻ വരികയാണ്. യുണൈറ്റഡ് നാഷൻസിൻ്റെ കീഴിൽ യുണൈറ്റഡ് നാഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. ഈ ക്ലൈമറ്റ് ചേഞ്ചിന് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് നയങ്ങളും ഇതൊക്കെ വരികയാണ്. ഇതെന്ന് പറയുമ്പം ഒരു ലോങ് ടേം ചേഞ്ചസിനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇത് മനുഷ്യന് ഡയറക്റ്റായിട്ടും അതുപോലെ തന്നെ ഇൻഡയറക്റ്റായിട്ടും ഒരുപാട് ആക്ടിവിറ്റീസിലൂടെ എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കോസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ദീർഘകാല മാറ്റങ്ങളെയാണ് ഈ ഒരു UNFCCC എന്ന് പറയുന്ന ഈ ഒരു എന്താ പറയുക സംരംഭം സൂചിപ്പിക്കുന്നത് കേട്ടോ. അതിൽ പറയുന്ന മറ്റൊരു കാര്യമാണ് വൈ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് എ ഗ്ലോബൽ പ്രോബ്ലം ഓഫ് കോമൺസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയും എന്തുകൊണ്ടാണ് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഇത്രയും പ്രശ്നങ്ങൾ വരാനുള്ള കാരണം എന്നുള്ളതാണ്. ഇതൊരു പ്രോബ്ലം ഓഫ് കോമൺസ് എങ്ങനെ ആയി മാറിയത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഫസ്റ്റ് കാര്യം എന്താണ്? അറ്റ്മോസ്ഫിയർ ആസ് എ ഗ്ലോബൽ കോമൺ. കാരണം എന്താണ്? ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം ഒരു ഗ്ലോബൽ കോമൺ ആണ്. ഇത് എല്ലാവർക്കും ക്ലീനായിട്ട് നീറ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് എല്ലാവരുടെയും അവകാശങ്ങളിൽ പെട്ട. അത് ആരും അറ്റ്മോസ്ഫിയർ ആരും എടുക്കരുതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. ഇത് ആരെയും ഒഴിവാക്കാൻ നമുക്ക് പറ്റില്ല. അപ്പം അതൊരു കോമൺ ആയിട്ടുള്ള ഒരു സാധനം ആയതുകൊണ്ടാണ് തന്നെ നമുക്ക് അതിനുള്ള അവകാശങ്ങളും ഉണ്ടാവും. അപ്പം അത് കൂടുതലായിട്ടും അറ്റ്മോസ്ഫിയറിനെ ഡാമേജ് ആക്കാതിരിക്കാൻ എല്ലാവരും കൂടെ ശ്രദ്ധിക്കുക എന്നുള്ളത്, എല്ലാ രാജ്യങ്ങളും അതിന് മുൻകരുതൽ എടുക്കുക എന്നല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ടാമത് പറയുന്ന പോയിൻ്റാണ് ലോ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കെന്താണ് അവരെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് തടയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അതെല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. കാരണം ഇത് ഗ്ലോബൽ കോമൺ ആണ്. ഇതിനെ എന്താണ് നമുക്ക് അതാരും ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു അറ്റ്മോസ്ഫിയർ എന്താണ് നമുക്ക് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റ് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് പറയാൻ പറ്റില്ല. അപ്പം നമുക്ക് ആരെയും ഇതിൽ നിന്ന് പുറന്തള്ളി ഇതിനെ തടയാനാവില്ല. ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി പറയുന്നുണ്ട്. അപ്പം മറ്റുള്ള രാജ്യങ്ങൾ ഒരുപാട് കാർബൺ എമിഷൻസൊക്കെ പുറന്തള്ളുമ്പം അത് എല്ലാ രാജ്യങ്ങൾക്കും അത് ഒരുപോലെ അത് ബാധിക്കുകയാണ്. അപ്പം അത് ചെയ്യാത്ത രാജ്യങ്ങളുണ്ടാകും, പക്ഷെ അവർക്കൊക്കെ ഇത് ഒരുപോലെ അനുഭവിക്കേണ്ടി വരികയാണ്. അതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന അവർക്ക് ഇത് അവർക്ക് നല്ല വായു അല്ലെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയർ അവർക്കും കിട്ടുന്നില്ല. കാരണം അവർ ചെയ്യുന്നില്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്തതിൻ്റെ ഫലം കൂടെ അവർ അനുഭവിക്കണം. കാരണം മറ്റുള്ളവർ അത് ഉപയോഗിക്കുമ്പം ഇവരുടെ ലഭ്യത കുറയാണെന്നുള്ളത് നേരത്തെ പറഞ്ഞല്ലോ. അതാണ് ഇവിടെ പറയുന്നത് ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി. ഇപ്പം ലോ എക്സ്ക്ലൂഷൻ, ഹൈ സബ്സ്ട്രാക്റ്റബിലിറ്റി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എക്സസീവ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്. മനുഷ്യന്മാർ ഇൻഡസ്ട്രിയലായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഈ ഒരു ഗ്രീൻ ഹൗസ് ഗ്യാസസിനെ പുറത്ത് വിടുന്നുണ്ട്. നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ മാരകമായിട്ട് വാതകങ്ങളൊക്കെ പുറത്ത് തള്ളി അറ്റ്മോസ്ഫിയറിൻ്റെ കപ്പാസിറ്റി തന്നെ കുറയ്ക്കുകയാണ്. അപ്പം ഇതെന്താണ് ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാവും. അതെന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനും കാരണമാകുന്നു. അപ്പം ഇത് പറയുന്നത് ഒരു വലിയൊരു ഗ്ലോബൽ പ്രോബ്ലം തന്നെയാണ് ഈ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒരുപോലെ മുൻകരുതലുകൾ എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവർക്കും നഷ്ടമാകുന്ന കാര്യമാണ് നല്ലൊരു സമാധാനപരമായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷം എന്ന് പറയുന്നത്. അവസാനമായിട്ട് പറയുന്നത് നീഡ് ഫോർ ഇന്റർ കോർപ്പറേഷൻ എന്നുള്ളത്. ഇപ്പം ഈ ഒരു ഇതിന് മുൻകരുതലെടുക്കുകയാണെങ്കിൽ ഒരു രാജ്യം മാത്രം മുന്നിട്ടിറങ്ങിയാൽ അത് ശരിയാവോ? ഇല്ല. എല്ലാ രാജ്യങ്ങളും ഒരുപോലെ കോപ്പറേറ്റ് ചെയ്ത് അതിനുള്ള കാര്യങ്ങളൊക്കെ നയപരമായിട്ടും അതുപോലെ പ്രവൃത്തി പരിചയമായിട്ടും അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പം എല്ലാ രാജ്യങ്ങളുടെയും ഒരു ഇന്റർ കോപ്പറേഷൻ ഇതിന് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്.
പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നതാണ് ട്രാജഡി ഓഫ് കോമൺസ് ആൻഡ് കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് എന്നുള്ളത്. ഇത് രണ്ടും രണ്ട് പേരുടെ വീക്ഷണങ്ങളാണ്. ഇത് നമ്മുടെ റിസോഴ്സസിനെ കുറിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണുള്ളത്. എങ്ങനെയൊക്കെ റിസോഴ്സസുകൾ മനോഹരമാക്കി ഉപയോഗിക്കാം, എങ്ങനെ മറ്റുള്ളവരെ തടഞ്ഞു വെക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ട്രാജഡി ഓഫ് കോമൺസ് എന്നുള്ള പറയുന്ന TOC, ട്രാജഡി ഓഫ് കോമൺസ്. ഇത് ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗേരറ്റ് ഹാർലിൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. 1968 ഈ ഒരു ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ പറയുന്നത് വെച്ചാൽ അദ്ദേഹം ഈ ഒരു വ്യക്തികൾ എന്താണ്, സ്വകാര്യ വ്യക്തികൾ എന്താണ്, അവർക്ക് ഒരുപാട് നേട്ടം കൈവരിക്കാൻ വേണ്ടിയിട്ട് അവർ പലപ്പോഴും ഈ പബ്ലിക് റിസോഴ്സസിനൊക്കെ എന്താണ് അമിതമായിട്ട് അതിനെ ഉപയോഗിക്കുന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ വ്യവസായങ്ങൾ നമുക്കറിയാലോ, ആ വ്യവസായങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് എമിഷൻസ് പുറന്തള്ളപ്പെടും. പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ആർക്കുള്ളതാണ്, ആ വ്യക്തിക്കുള്ളതാണ്. അപ്പം അതെന്താണ് ഒരുപാട് എൻവയോൺമെൻറ്റിന് ഒരുപാട് ഡാമേജ് ആക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഈ വ്യക്തിപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുന്നത് എപ്പോഴും വ്യക്തിപരമായിട്ടുള്ള ചിലവിനേക്കാൾ എത്രയോ കൂടുതൽ. അപ്പം ഓരെന്ത് ചെയ്യും, ഈ ഒരു പൊതുവിഭവങ്ങൾ എന്താണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് എന്താണ് എൻവയോൺമെൻറ്റ് ഡാമേജ് ആക്കാൻ കാരണമാകും. അപ്പം അദ്ദേഹം പറയുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ പബ്ലിക് റിസോഴ്സസിനൊക്കെ എന്താണ് ഒന്നുകൂടി പ്രൈവറ്റൈസേഷൻ ചെയ്യുക, അഥവാ പ്രൈവറ്റ് സ്വകാര്യവൽക്കരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കടുത്ത നിയന്ത്രണം കൊണ്ടുവരണം, പ്രവേശന നിയന്ത്രണം ഒക്കെ കൊണ്ടുവരണം. എങ്കിൽ മാത്രമാണ് അത് നല്ല രീതിയിൽ അത് പ്രവർത്തന വിധേയമാക്കാൻ പറ്റുള്ളൂ എന്നുള്ള. അല്ലെങ്കിൽ എന്താണ് പൊതുസമ്പത്തുകളൊക്കെ നശിച്ചു പോകും, അതെല്ലാം ആക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. പക്ഷേ അത് ഒരു ക്രിറ്റിസിസം പറയുവാണെങ്കിൽ എന്താണ് ഇതൊക്കെ എന്താണ് സമ്പന്ന രാജ്യങ്ങൾക്ക് മാത്രം അവലംബിക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം അത്രയും ഇത് അഥവാ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പം അതിൽ ഒരുപാട് ആൾക്കാർ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. പാവപ്പെട്ട ജനങ്ങളടക്കി നോർമൽ സൊസൈറ്റിയൊക്കെ അതിൽ നിന്ന് ഒഴിവാവുകയാണ്. അവർക്ക് ആ ഒരു അവകാശം അവിടെ നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ക്രിറ്റിസിസം എന്തിനെതിരെ ട്രാജഡി ഓഫ് കോമൺസിനെതിരെ ഒരു ക്രിറ്റിസിസമായിട്ട് പറയുന്നുണ്ട്. കാരണം ഒരു ഇനീക്വാലിറ്റി വർദ്ധിപ്പിക്കാൻ അത് കാരണമാവുന്നുണ്ട്. കാരണം അതെല്ലാവർക്കും അതിൻ്റെ ഒരു ഉപയോഗം എല്ലാവർക്കും കിട്ടുന്നില്ല, പ്രസ്തുതമായിട്ടുള്ള വ്യക്തികളിൽ മാത്രം ഒതുങ്ങി നിൽക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദരിദ്രരെ എപ്പോഴും ദരിദ്രരായിട്ട് നിലനിൽക്കുന്ന അവസ്ഥ, അവരുടെ ഒരു ഒരു പ്രവേശനക്ഷമത തന്നെ അവിടെ കുറയാണ് ചെയ്യുന്നത്. അപ്പം അത് ഒരു ക്രിറ്റിസിസം ആയിട്ട് അവിടെ പറയുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത് പറയുന്ന ഐഡിയ എന്ന് പറയുന്നത് കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡ് എന്നുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ ആണ്. അപ്പം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ആർവിഡ് പെർഡോ എന്ന് പറയുന്ന അദ്ദേഹം 1967 ഈ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ പറയുന്നത് ഗ്ലോബൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ ഹ്യൂമാനിറ്റിക്കും ഉള്ളതാണ്, എല്ലാ ഫ്യൂച്ചർ ജനറേഷൻ അടക്കം എല്ലാവർക്കുമുള്ള സംഭവമാണ് എന്ന് പറയുന്നത് ഈ ഗ്ലോബൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം എന്താണ് നാച്ചുറൽ റിസോഴ്സസ് എന്തായിരിക്കണം, എല്ലാ ആളുകൾക്കിടയിലും ഒരുപോലെ കിട്ടണം എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിന്. എല്ലാവർക്കും അത് ഒരുപോലെ ലഭിക്കണം, എല്ലാവരും ഈ ഒരു ഫെയറി ആയിട്ടുള്ള ഒരു ഷെയർ മാത്രമാണ് എല്ലാവർക്കും കിട്ടേണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പം അത് പീസ്ഫുള്ളായിട്ട് സസ്റ്റൈനബിൾ ആയിട്ട് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പം നല്ല ഒരു റിസോഴ്സസുകൾ എന്താണ് പീസ്ഫുള്ളി സസ്റ്റൈനബിൾ ആയിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ അത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്, കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻ കൈൻഡ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ അത് അങ്ങനെ തന്നെയാണ് അതിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഇതിലും പല ക്രിറ്റിസിസം പറയുന്നുണ്ട്. ഇപ്പം ടെക്നോളജിക്കലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് അവരെന്താണ് ഈ കടൽ തീരങ്ങളും ഓഷ്യൻസും ഒക്കെ ചൂഷണം ചെയ്തേക്കാം എന്നുള്ള സാധ്യതകൾ പറയുന്നുണ്ട്. അതുപോലെ ദരിദ്രരായിട്ടുള്ള രാജ്യങ്ങളുണ്ടല്ലോ, അപ്പം അവരൊക്കെ എന്താണ് ഈ ആനുകൂല്യങ്ങളിൽ നിന്നൊക്കെ അവർ കാരണം എല്ലാവർക്കും കൂടെ ഉപയോഗിക്കാം എന്നുള്ളതാണെങ്കിൽ അതെന്താണ് ഡെവലപ്ഡ് കൺട്രീസ് അത് കൂടുതലായിട്ട് ഉപയോഗിക്കും, ദരിദ്ര രാജ്യങ്ങൾ എന്താണ് അതിൽ നിന്ന് മാറി ചെയ്തേക്കാം. അപ്പം അതിനെതിരെ അദ്ദേഹം പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പം യുണൈറ്റഡ് നേഷൻ്റെ കീഴിലുള്ള ഇൻ്റർനാഷണൽ ട്രീറ്റീസിലൊക്കെ എന്താണ് അതിൻ്റെ ഒരു ഗവർണൻസ് എല്ലാ രാജ്യങ്ങൾക്കും പ്രത്യേകിച്ച് ഡെവലപ്പിംഗ് കൺട്രീസിന് എന്താണ് പ്രയോജനമാകുന്ന രീതിയിലുള്ള ഒരു ഗ്ലോബൽ കോമൺസിൻ്റെ ഒരു നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റ് ചെയ്താൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധ്യമാകും. അപ്പം നല്ല രീതിയിലുള്ളൊരു മാനേജ്മെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ സാധ്യമാകും. അപ്പം എന്താണ് ഡെവലപ്ഡ് കൺട്രീസ് കൂടുതലെടുക്കുന്നതിൽ നിന്നും ദരിദ്ര രാജ്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാകുന്നതിൽ നിന്നൊക്കെ നമുക്ക് തടയാൻ നല്ലൊരു ഗവർണൻസ് മാനേജ്മെൻറ്റിലൂടെ നമുക്ക് നേടാൻ പറ്റും, ഒരു ഇൻ്റർനാഷണൽ കോർപ്പറേഷനിലൂടെ നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം തന്നെ ഒരു സൊല്യൂഷനായിട്ട് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പം അതാണ് അവിടെ പറയുന്നത്. പിന്നീട് ഡിബേറ്റ് ബിറ്റ്വീൻ TOC ആൻഡ് CHM പറയുന്നുണ്ട്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ ട്രാജഡി ഓഫ് കോമൺസും അതുപോലെ തന്നെ കോമൺ ഹെറിറ്റേജ് ഓഫ് മാൻകൈൻഡും ഈ രണ്ട് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പം ഇപ്പോൾ TOC നമുക്കറിയാം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, പ്രൈവറ്റൈസേഷനെയാണല്ലേ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലത്തെ ഭയങ്കര റെസ്ട്രിക്ഷൻസിലൂടെയുള്ള പ്രൈവറ്റൈസേഷനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം എന്താണ് ഇത് കൂടുതലായിട്ട് എന്തിന് കാരണമാവും, ഇനീക്വാളിറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് കൂടുതലായിട്ട് കാരണമാവും എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം CHMലേക്ക് വരികയാണെങ്കിലോ ഇതിൻ്റെ സപ്പോർട്ട് ഷെയർ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഈക്വൽ റൈറ്റ്സ് കൂടുതലായിട്ടും കിട്ടാൻ പോകുന്നത് ഡെവലപ്പിംഗ് കൺട്രീസിനാണ്. അപ്പോൾ അതിനെ കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നു, ഡെവലപ്പിംഗ് കൺട്രീസിനെ കൂടുതലായിട്ട് ഫേവർ ചെയ്യുന്നു എന്നുള്ളൊരു പേരുദോഷം ഈ ഒരു CHMന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം രണ്ടിൻ്റേതായിട്ടുള്ള
വ്യത്യാസങ്ങളുണ്ട്. അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും ഉണ്ട്, അതിൻ്റേതായിട്ടുള്ള മോശമായിട്ടുള്ള ആയിട്ടും പറയുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. ദെൻ ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ജസ്റ്റിസ് പറയുന്നുണ്ട്. അപ്പം ഡെവലപ്ഡ് കൺട്രീസ് ആണ് കൂടുതലായിട്ടും ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ എമിറ്റ് ചെയ്തിട്ട് എന്താണ് ഒരുപാട് ക്ലൈമറ്റ് പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് കൂടുതലായിട്ടും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ആണെങ്കിൽ പോലും എന്താണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എല്ലാ രാജ്യങ്ങളും അനുഭവിക്കുന്നുണ്ട് താനും. പക്ഷേ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കുന്നത്, അവരുടെ ഒരു ബാധ്യത അതിൽ വളരെ കുറവാണ് എന്നുള്ള രീതിയിലൊരു വിമർശനമായിട്ടാണ്. ജസ്റ്റിസ് അവിടെ ഇല്ല എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ദെൻ പിന്നീട് നമ്മൾ ടെക്സ്റ്റിൽ പറയുന്നത് ഗ്ലോബൽ ഗവേണൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം ഈ പണ്ട് കാലത്തൊക്കെ എന്താണ് ഈ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പം ഒരു നോ മാൻസ് ലാൻഡ്, ആരുമില്ലാത്തവരുടെ ഭൂമിയായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. എന്തിന്? അറ്റ്മോസ്ഫിയറിനാണ് കേട്ടോ, ഒരു ലാൻഡ് അല്ല അത്, പക്ഷേ അതൊരു പ്രയോഗമാണ്. അപ്പം അപ്പം ആ ഒരു ഫ്രീ സ്പേസ് ആയിട്ട്, അല്ലെങ്കിൽ മിക്ക രാജ്യങ്ങളും ഗ്രീൻ എന്താ പറയുക, ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഒക്കെ പുറത്ത് വിടാനുള്ള ഒരു ഫ്രീ സ്പേസ് ആയിട്ടാണ് അതിനെ കണക്കാക്കിയിരുന്നത്. പക്ഷേ പിന്നീടാണ് ഇത് എത്രത്തോളം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് ആളുകൾക്ക് ബോധം വന്ന് തുടങ്ങിയത്. അപ്പം എന്തായി, പിന്നീട് ലോകരാജ്യങ്ങൾ തന്നെ ഒരുമിച്ച് കൂടിയിട്ട് എന്താണ് അതിനെതിരെയുള്ള അത് സംരക്ഷിക്കണം എന്നുള്ള രീതിയിലുള്ള കൂട്ടായ്മകളൊക്കെ പിന്നീടാണ് വരുന്നത് തന്നെ. അപ്പം ഡിഫിക്കൽട്ടീസ് ഇൻ ഗവേണിങ് ക്ലൈമറ്റ് ചേഞ്ച്, ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ഗവേൺ ചെയ്യുമ്പം ഫേസ് ചെയ്യുന്ന 3 ഡിഫിക്കൽട്ടീസാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. 3 പോയിന്റുകളാണുള്ളത്. അപ്പം ഒരു ക്ലൈമറ്റ് ചേഞ്ചിനെ ഗവേൺ ചെയ്യുമ്പം നമുക്ക് ഉണ്ടാവുന്ന 3 ഡിഫിക്കൽട്ടീസാണ്. ഫസ്റ്റ് പറയുന്നത് കളക്റ്റീവ് ആക്ഷൻ പ്രോബ്ലം എന്നുള്ളത്. ഇപ്പം ഇത് എല്ലാ രാജ്യങ്ങൾക്കും നേട്ടം ഉണ്ടാവുന്ന കാര്യമാണ്, അത് റെഡ്യൂസ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പം അത് ഒരുപാട് എമിഷൻസ് വരുമ്പം എന്താണ് അതിനെ ഇല്ലാതാക്കുമ്പം അത് എല്ലാ രാജ്യങ്ങൾക്കും എന്തുള്ളതാണ്, നേട്ടമുള്ളതാണ്. അപ്പം അത് ഇതിൻ്റെ പ്രശ്നം എന്താ ചോദിച്ചാൽ, ഇത് തീരെ എമിഷൻസും തീരെ പുറത്ത് വിടാത്ത രാജ്യങ്ങളുണ്ട്. അപ്പോൾ ഡെവലപ്പിംഗ് കൺട്രീസ് ആണെങ്കിലും അണ്ടർ ഡെവലപ്ഡ് കൺട്രീസ് ആണെങ്കിലും അവരൊന്നും കൂടുതലായിട്ട് ഇൻഡസ്ട്രിയലൈസ്ഡ് ആയിട്ട് ഉള്ള ആളുകളായിരിക്കില്ല. അപ്പം അവർക്ക് എന്താണ് ഇങ്ങനത്തെ മാലിന്യങ്ങളൊന്നും പുറത്ത് വിടേണ്ട ആവശ്യം അവർക്ക് ഉണ്ടാവുന്നില്ല. അപ്പം അത് ഈ ആളുകൾ ഇതിൽ സഹകരിക്കാതിരിക്കാനുള്ള ഒന്നാമത്തെ കാരണം അതാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഈ തോന സാധനങ്ങൾ എമിറ്റ് ചെയ്യാത്ത രാജ്യങ്ങൾക്കും അതുപോലെ ഒരുപാട് എമിറ്റ് ചെയ്യുന്ന ഡെവലപ്ഡ് വേൾഡിലെ കൺട്രീസിനും ഒരുപോലെ ഇതിൻ്റെ ഭാരം വഹിക്കേണ്ടി വരികയാണ്. അപ്പം ഇവരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും അവർ അതിൻ്റെ ഒരു വിഹിതം അവർക്ക്, അല്ലെങ്കിൽ വിഹിതം അതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ടി വരികയാണ്. റെസ്പോൺസിബിലിറ്റി അവർ ഏറ്റെടുക്കേണ്ടതായിട്ട് വരികയാണ്. അവരൊന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരുടെ പോക്കറ്റിൽ നിന്ന് എന്ത് പോവും, ക്യാഷ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമ്പം അത് തന്നെയാണ് അവരെന്താണ് അതിൽ നിന്ന് പിന്നോട്ട് വലിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. അപ്പം അതിനൊക്കെ ശരിക്കും എന്താ ചോദിച്ചാൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ് അവരാണ് ശരിക്കും മുൻകൈ എടുത്ത് ഇത് നടത്തേണ്ടത്. കാരണം അവരാണ് ഏറ്റവും കൂടുതൽ എമിഷൻസ് പുറന്തള്ളപ്പെടുന്നത് ഡെവലപ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസാണ്. സോ അവരാണ് അത് മുൻകൈ എടുത്ത് അതിന് എതിരെ പ്രവർത്തിക്കേണ്ടത്. അതിൽ പാവം പിടിച്ച രാജ്യങ്ങളാണ് അതിൽ പെട്ടുപോകുന്നത്. അപ്പം അവർക്ക് എന്താണ് മുൻകൈ എടുത്ത് ഇറങ്ങാനും അതിന് ചിലവാക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ആയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അവർക്കുണ്ടാവും. അതാണ് ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത്. രണ്ടാമത്തെ പ്രശ്നമായിട്ട് വരുന്നത് ഔട്ട്സൈഡ് നാഷണൽ ജുഡീഷ്യറിയം എന്നുള്ളത്. അപ്പം ഇതെന്ന് പറയുമ്പം ഒരു എന്താ പറയുക, ഒരു രാജ്യത്തിൻ്റെ ഒരു ദേശീയ അധികാരത്തിൻ്റെ പരിധിക്ക് വരുന്ന സംഭവങ്ങളാണ് ഈ ഗ്ലോബൽ കോമൺസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇതൊരു പ്രത്യേക രാജ്യത്തിന് സ്വന്തമല്ലാത്തത് കൊണ്ട് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു രാജ്യത്തിന് മാത്രം സ്വന്തമല്ല, അത് എല്ലാവർക്കും സ്വന്തമാണ്. അതൊരു രാജ്യം മാത്രം വിചാരിച്ചാൽ നടക്കൂല. ഈ ഒരു 10 രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാലും നടക്കൂല. എല്ലാ രാജ്യങ്ങളും അതിൽ എന്താണ് അന്തർലീനമായിട്ട് സഹകരിച്ചെങ്കിൽ മാത്രം നടക്കുന്ന ഒരു സംഭവമാണിത്. അതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി ആണ് എന്നുള്ളതാണ് പറയുന്നത്. ദെൻ മൂന്നാമതായിട്ട് പറയുന്നത് കോൺഫ്ലിക്റ്റ് വിത്ത് നാഷണൽ ഇൻട്രസ്റ്റ്സ് എന്നുള്ളതാണ്. ഇപ്പം എങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മുടെ എൻവയോൺമെൻറ്റ് സംരക്ഷിക്കേണ്ടത് നമ്മുടെയൊക്കെ ബാധ്യതയാണ് എന്നൊക്കെ പറഞ്ഞാലും എന്താണ് ഈ ഓരോ രാജ്യങ്ങൾക്കും അതിന് എക്കണോമിക്കലായിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു കൂടുതലായിട്ട് കിട്ടുമ്പം, ഒരു സാമ്പത്തികമായിട്ട് മെച്ചം കിട്ടുമ്പം എല്ലാ രാജ്യങ്ങളും അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനാണ് നോക്കുക. അവിടെ എൻവയോൺമെൻറ്റിന് എന്താണ് 2ാം സ്ഥാനം മാത്രമേ കൊടുക്കുകയുള്ളൂ. അപ്പം എൻവയോൺമെൻറ്റിനെ എന്ത് ബാധിച്ചാലും അത് അവരെ മാത്രം ഒറ്റക്കല്ല ബാധിക്കുക, അത് എല്ലാവരും ബാധിക്കും. പക്ഷേ എക്കണോമിക്കലി ആയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ആ രാജ്യം മാത്രമാണ് വഹിക്കേണ്ടി വരിക എന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്താണ് ഇത് കൂടുതലായിട്ട് സാമ്പത്തിക നേട്ടം കൈവരിക്കുമ്പോഴാണ് എൻവയോൺമെൻറ്റിന് കൂടുതലായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പം ഓരോ രാജ്യത്തിനും എന്താണ് ഇമ്പോർട്ടൻറ്റ്, എക്കണോമിക് ആ ഒരു സംഭവം ഉഷാറാക്കി എടുക്കുക എന്നുള്ളതാണ്. അവിടെ 2ാം നമ്പർ ആവുന്നത് എൻവയോൺമെൻറ്റ് ആണ്. അപ്പം അതും ഒരു പ്രശ്നമായിട്ട് ഇതിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം അത് 3 മനസ്സിലായല്ലോ. ദെൻ പിന്നീട് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്ന കാര്യമാണ് എലിനർ ഓസ്ട്രോം ആൻഡ് ദ ഗവേണൻസ് ഓഫ് കോമൺസ് എന്നുള്ളത്. അഥവാ എലിനർ ഓസ്ട്രോം എന്ന് പറയുന്നത് ഒരു ലേഡിയാണ് കേട്ടോ. അപ്പം അവർ എങ്ങനെ ഈ ഒരു ഗ്ലോബൽ കോമൺസിനെ ഒക്കെ, അല്ലെങ്കിൽ ഗ്ലോബൽ ആയിട്ടുള്ള റിസോഴ്സിനൊക്കെ നല്ല രീതിയിൽ ഗവേണൻസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് അവരുടെ ബുക്കായിട്ടുള്ള ഗവേണിംഗ് ദ കോമൺസ് ബുക്കിൽ അവർ പറഞ്ഞു തരുന്ന കാര്യം. അപ്പം അവരുടെ കാഴ്ചപ്പാടാണ് ഇവിടെ പറയുന്നത്. അഥവാ അപ്പം നമ്മൾ 2 രീതിയാണ് വന്നത്, ഒന്ന് പ്രൈവറ്റൈസേഷനും ഒന്നെന്താണ് അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ, അല്ലെങ്കിൽ എന്താണ് അത് എല്ലാവർക്കും തുറന്നു കൊടുക്കുക എന്നുള്ളത്. അപ്പം അത് മാത്രമല്ല, ശരിക്കും എന്താണ് ഒരു ഗ്ലോബൽ കോമൺ അതിനെ സംരക്ഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്വകാര്യവൽക്കരണത്തിലൂടെയോ അല്ലെങ്കിൽ കർശനമായിട്ടുള്ള ഈ ഗവൺമെൻറ് നിയന്ത്രണത്തിലൂടെ മാത്രം കൈകാര്യം ചെയ്യപ്പെടേണ്ട ഒന്നല്ല ഈ
ഈ കോമൺസ് എന്നുള്ളത്. അഥവാ അത് പൂർണ്ണമായിട്ടും നടപ്പിലാകണമെങ്കിൽ എന്ത് വേണം? തീർച്ചയായിട്ടും നല്ല സഹകരണത്തിലൂടെ മാത്രമേ ഈ പബ്ലിക് റിസോഴ്സ് കൈകാര്യം ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് അവരുടെ ബുക്കിൽ അവർ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഏതോ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാലിക്കറ്റ് ബീച്ചിൽ ഇപ്പം ആളുകൾ ഇങ്ങനെ വന്നു പോകുമ്പം അവിടെ എന്താണ് ഒരുപാട് വേസ്റ്റേജിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. ബാസ്ക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ എന്താണ് തെരുവുകളിൽ എന്താണ് മിഠായി കവറും ഫുഡിൻ്റെ വേസ്റ്റുകളും ഒക്കെ അങ്ങനെ ഉപേക്ഷിക്കുന്നൊരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടതാണ്. പിന്നീട് എന്താ സംഭവിച്ചത്? ഉപേക്ഷിക്കാൻ പാടില്ല എന്നുള്ള നിയമം ഉണ്ട്, പക്ഷേ എങ്കിലും മനുഷ്യന്മാരത് ചെയ്യുന്നില്ല. അപ്പം എന്താണ് കുറച്ച് ഒരു കൂട്ടം ചെറുപ്പക്കാരും പോലീസും എല്ലാവരും കൂടെ വന്നിട്ട് എന്താണ് ആ ഒരു നിയമം ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെന്താണ് അത് അവർ തന്നെ കാണിച്ചു കൊടുത്ത് പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പം എന്താണ് ഇപ്പം പൊതുജനങ്ങൾ അത് കണ്ട് അതുപോലെ ചെയ്യാൻ തുടങ്ങി. അപ്പം അവർ കോർപ്പറേഷൻ അവർ അല്ലാതെ പോലീസുകാർ എപ്പോഴും അവർ വേസ്റ്റ് ഇടുന്നുണ്ടോ നോക്കാൻ നിൽക്കുമോ? ഒരിക്കലും ചെയ്യൂല. അപ്പം എന്താണ് ഇതിൽ ഏറ്റവും വേണ്ടത് ഈ പബ്ലിക്കിൻ്റെ ഈ കോർപ്പറേഷൻ തന്നെയാണ്. അപ്പം അതിലൂടെ മാത്രമേ നല്ല രീതിയിലുള്ള ഭരണം സാധ്യമാവൂ എന്നുള്ളത് തന്നെയാണ് ഇവരും പറഞ്ഞു വെക്കുന്നത്. അപ്പം ഈ അത് പബ്ലിക് കൈകാര്യങ്ങളൊക്കെ പബ്ലിക് റിസോഴ്സസ് കൈകാര്യം ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള സഹകരണത്തിലൂടെ മാത്രമേ സാധ്യമാവൂ എന്നുള്ളതാണ് അവരുടെ ബുക്കിൽ പ്രതിപാദിക്കുന്ന വിഷയം എന്ന് പറയുന്നത്. അപ്പം അതുപോലെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് IAD അഥവാ ഇൻസ്റ്റിറ്റ്യൂഷണൽ അനാലിസിസ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു ഫ്രെയിം വർക്കാണ്. ഇതിലിവർ പറയുന്നത് വെച്ചാൽ എങ്ങനെ കോമൺ റിസോഴ്സസ് അല്ലെങ്കിൽ പബ്ലിക് റിസോഴ്സസ് എങ്ങനെ നല്ല രീതിയിൽ ഗവേണൻസ് ചെയ്യാം എന്നുള്ള 8 തത്വങ്ങളാണ്, അല്ലെങ്കിൽ 8 ഡിസൈൻഡ് പ്രിൻസിപ്പിളാണ് അവർ ഈ ഒരു പുസ്തകത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു IAD എന്ന് പറയുന്നതിലൂടെ അവർ പറയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച 8 തത്വങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പബ്ലിക് റിസോഴ്സസ് ഹാൻഡിൽ ചെയ്യാം എന്നുള്ള 8 തത്വങ്ങളാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതിലൊന്നാമത് പറയുന്നത് ക്ലിയർലി ഡിഫൈൻഡ് ബൗണ്ടറീസ്. നമ്മളെ ബൗണ്ടറീസ് എത്രത്തോളം ഉണ്ടെന്നത് ക്ലിയർ ആയിരിക്കണം. അപ്പം പൊതുജനങ്ങൾക്ക് എത്രത്തോളം അതിന് അവകാശമുണ്ടെന്നും എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കൃത്യമായിട്ട് ബൗണ്ടറീസിൽ പറഞ്ഞിരിക്കണം. ദെൻ രണ്ടാമത്തെ എന്താണ് റൂൾസ് സ്യൂട്ട് ഫോർ ദ ലോക്കൽ കണ്ടീഷൻസ്. അഥവാ പ്രാദേശികമായിട്ടുള്ള കണ്ടീഷൻ അനുസൃതമായിട്ടുള്ള റൂൾസ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ. ദെൻ പാർട്ടിസിപ്പേഷൻ ഓഫ് യൂസേഴ്സ് ഇൻ ദ റൂൾ മേക്കിംഗ്. അപ്പം ഒരു നിയമം ഉണ്ടാക്കുമ്പം അതിലും ആരും ഉൾപ്പെടുത്തണം? പബ്ലിക്കിനെ ഉൾപ്പെടുത്തണം. എങ്കിൽ മാത്രമേ അവരത് മുന്നോട്ട് കൊണ്ടുപോവുള്ളൂ. ദെൻ നാലാമത് എന്താണ് മോണിറ്ററിംഗ് ഓഫ് റിസോഴ്സ് യൂസ്. എത്രത്തോളം റിസോഴ്സുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള നല്ല രീതിയിൽ എന്ത് ചെയ്യണം, മോണിറ്ററിംഗ് ചെയ്യണം. ദെൻ അഞ്ചാമതായിട്ട് പറയുന്നത് ഗ്രാജുവേറ്റഡ് സാങ്ഷൻസ് ഫോർ റൂൾ വയലേഷൻ. സാങ്ഷൻസ് മീൻസ് ഉപരോധം. അഥവാ എന്തെങ്കിലും തരത്തിലുള്ള റൂൾ വയലേഷൻ ഉണ്ടായാൽ എന്ത് ചെയ്യണം, നല്ല തക്കതായിട്ടുള്ള ശിക്ഷ അവർക്ക് കൊടുക്കണം. ദെൻ 6 പറയുന്നത് ലോ കോസ്റ്റ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ. അഥവാ ചെലവ് കുറഞ്ഞ മാർഗങ്ങൾ ഉപയോഗിക്കാൻ. ദെൻ റെക്കഗ്നിഷൻ ഓഫ് റൈറ്റ്സ് ടു ഓർഗനൈസ് ചെയ്യപ്പെടാനുള്ള അവകാശങ്ങളെ കുറിച്ചിട്ടുള്ള ബോധ്യപ്പെടുത്തലുകൾ. ദെൻ എട്ടാമതായിട്ട് പറയുന്നത് എന്താണ് കോർഡിനേഷൻ എമംഗ് ലോക്കൽ റീജിയണൽ ആൻഡ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പ്രാദേശികമായിട്ടുള്ള നാഷണൽ ആയിട്ടുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസും തമ്മിലുള്ള ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ എന്നുള്ളതാണ് ഈ 8 തത്വങ്ങൾ എന്ന് പറയുന്നത്. പ്രാദേശികമായിട്ടുള്ള ഈ കോമൺ റിസോഴ്സിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കുന്നതിൽ ഓസ്ട്രോം എന്താണ് വലിയ രീതിയിലുള്ള ഒരു പുരോഗതിനെ അവർ കൈവരിച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അവരെ അംഗീകരിച്ചിട്ടുണ്ട്, അഭിനന്ദിച്ചിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ചിലോട്ട്, ഇത് സാധാരണ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിലോട്ട് അത് വരുമ്പോൾ എന്താണ് അതൊരു ആഗോളതരമായിട്ടുള്ളൊരു വെല്ലുവിളിയാണല്ലോ. അപ്പം അതിനെന്താണ് നല്ല രീതിയിലുള്ള കൂടുതൽ ഗവേഷണം ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് ഓസ്ട്രോം പറയുന്നത്. അങ്ങനെ ഒരുപാട് ഗവേഷണ നിരീക്ഷണങ്ങൾക്കപ്പുറം അവരെന്താണ് 2009 കുറച്ച് തത്വങ്ങൾ അവർ വീണ്ടും ഇറക്കുകയാണ്. അത് എന്ന് പറയുമ്പം 8 ഡിസൈൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുമ്പം ചെറിയ നമ്മൾ പ്രാദേശികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്ന പബ്ലിക് റിസോഴ്സസിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ ഇതെന്താണ് ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള വിഷയങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവർ 2009 പറയുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നോ സിംഗിൾ സൊല്യൂഷൻ എക്സിസ്റ്റ് ഫോർ ദ ക്ലൈമറ്റ് ചേഞ്ച്. ഒറ്റൊരു സൊല്യൂഷൻ കൊണ്ട് മാത്രം എന്തുണ്ടാവില്ല, ഒരു ക്ലൈമറ്റ് ചേഞ്ച് അവസാനിക്കില്ല എന്നുള്ളതാണ്. അഥവാ ഇപ്പം ഒരു രാജ്യം മാത്രം വിചാരിച്ചാലും ഒരിക്കലും അത് അവസാനിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു തീരുമാനം മാത്രം എടുത്തെന്ന് വിചാരിച്ചിട്ടും അത് അവസാനിക്കുമെന്ന് കരുതാൻ പാടില്ല. ദെൻ എവറി ഡിഡക്ഷൻ ഈസ് ഇൻ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഈസ് യൂസ്ഫുൾ. അപ്പം ഗ്രീൻ ഹൗസ് ഗ്യാസസ് വളരെ കുറഞ്ഞ രീതിയിലാണെങ്കിലും കുറഞ്ഞാൽ അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത് കുറയുന്ന അളവ് എത്രയാണെന്നുള്ളതല്ല, കുറയുമ്പം അത് എത്ര ചെറുതാണെങ്കിലും അത് വലിയ രീതിയിലുള്ള എന്താണ് യൂസ്ഫുൾ ആയിട്ടത് മാറുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. ദെൻ സ്മോൾ ആക്ഷൻസ് ക്യാൻ ക്രിയേറ്റ് ലാർജ് ഇമ്പാക്റ്റ്. ചെറിയ ചെറിയ എന്താണ് പറയുക ആക്ഷൻസിന് എന്താണ് വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ദെൻ പോളിസി സ്യൂട്ട് ലോക്കൽ കണ്ടീഷൻ. പോളിസി മസ്റ്റ് സ്യൂട്ട് ലോക്കൽ കണ്ടീഷൻസ്. അഥവാ നമ്മൾ എന്ത് പോളിസി ഉണ്ടാക്കുകയാണെങ്കിലും അത് ലോക്കൽ കണ്ടീഷൻസിന് എന്ത് ചെയ്യാൻ പറ്റണം, അവർക്ക് അനുകൂലമായിട്ടുള്ള നിയമ നടപടികൾ മാത്രമേ നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ട്രസ്റ്റ് ആൻഡ് കോപ്പറേഷൻ ആർ എസെൻഷ്യൽ. നമ്മൾ ഇതിൽ ട്രസ്റ്റും വേണം, അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടി നിലനിൽക്കുള്ളൂ. ദെൻ ക്ലൈമറ്റ് ഗവേണൻസ് ഷുഡ്
ഷുഡ് വർക്ക് അറ്റ് മൾട്ടിപ്പിൾ ലെവൽസ്. അഥവാ ഈ ഒരു ഗവേണൻസ് പല ലെവൽസിലും ഇത് വർക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഗവേണൻസ് സാധ്യമാവൂ എന്നുള്ളതാണ് അവർ അവസാനമായിട്ടും ഇതിനെക്കുറിച്ചിട്ട് കണ്ടെത്തുന്ന ഒരു ഇതെന്ന് പറയുമ്പോൾ. അപ്പോൾ ഗ്ലോബൽ ലെവലിലേക്ക് വരുമ്പം ഒരാൾക്കും ഇന്ന രീതിയിൽ മാത്രം പറ്റും എന്നുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. കാരണം അതാണ് ഗ്ലോബൽ ചേഞ്ച്. അപ്പം ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനോ ഒക്കെ അപ്പുറമാണ് ഈ ഒരു ഗ്ലോബൽ ക്ലൈമറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഗ്ലോബൽ കോമൺസ് നശിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുമ്പോൾ. അപ്പം അത് എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് നിന്ന് മുന്നോട്ട് നീങ്ങിയെങ്കിൽ മാത്രമേ സാധ്യമാവുന്ന ഒരു കാര്യമാണ്. അത് ചെറിയ രീതിയിലെങ്കിലും അതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കുറക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്.